സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2026 അബ്കാരി ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിന് ചട്ടം 79 ഭാഗികമായി സസ്പെൻഡ് ചെയ്യുന്നുള്ള ഉപക്ഷ അവതരിപ്പിക്കാവുന്നതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 അബ്കാരി ഭേദഗതി ബിൽ ഇന്നു തന്നെ പരിഗണനയ്ക്കെടുക്കുന്നതിനായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 79 ഭാഗികമായി സസ്പെൻഡ് ചെയ്യുന്നതിന് ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2026 അബ്കാരി ഭേദഗതി ബിൽ പരിഗണന എടുക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 അബ്കാരി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ചർച്ചയില്ല. ഇനി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 അബ്കാരി ഭേദഗതി ബിൽ പരിഗണന എടുക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് ഭേദഗതിയിലില്ല. ഇനി 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയിലില്ല. ഇനി 1ാം വകുപ്പ് പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? 1ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വായന. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് 2026 അബ്കാരി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2026 അബ്കാരി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 അബ്കാരി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.